കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥനത്തിൽ ഇന്ന് അജിത് ലോറൻസിന്റെ ബാക്ക് പാക്കർ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥ. മൃണാളിനി തനിച്ചാണ്. വസന്തത്തിൻ്റെ ആരംഭമായിരുന്നു. രോമകൂപങ്ങളിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കുത്തിയിറങ്ങുന്ന തണുത്ത കാറ്റ്. നഗരത്തിൻ്റെ തിരക്ക് ആരംഭിക്കുന്നതേയുള്ളൂ. നാട്ടുകാർ മഫ്ലറും തൊപ്പിയും ജാക്കറ്റുമൊക്കെയായി പുറത്തിറങ്ങി തുടങ്ങി. പ്രധാന റോഡുകളിൽ രാത്രി വീണ മഞ്ഞിൻ്റെ നനവിൽ തെരുവുകളെല്ലാം മൃതശരീരം പോലെ നിശ്ചലമായി കിടക്കുന്നു. നിരത്തിനിരുവശത്തും ബ്രിട്ടീഷ് ഭരണകാലത്ത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ചിട്ടയായി നട്ടുപിടിപ്പിച്ച പന്തലിച്ചു നിൽക്കുന്ന വിവിധ ഇനം കൂറ്റൻ വാഗമരങ്ങൾ. ഇലകൊഴിച്ചിൽ കഴിഞ്ഞ് തളിരിലകൾക്കൊപ്പം മഞ്ഞയും ചുവപ്പും നിറത്തിലെ വാഗപ്പൂക്കളുടെ ദളങ്ങൾ സുഷുപ്തി വിട്ട് പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. MG റോഡിൽ നിന്നും കുംബ്ലെ റോഡ് ആരംഭിക്കുന്ന ഒരു മൂലയിലായി കോശീസ് റെസ്റ്റോറൻറ്റ്. ബംഗളൂരുവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തി ജീവിക്കുന്ന ഏത് രാജ്യക്കാരനും കോശീസ് റെസ്റ്റോറൻറ്റ് വൺ സ്റ്റോപ്പ് ഫോർ ഓൾ ഡെസ്റ്റിനേഷൻസ് ആണ്. മലയാളികൾക്ക് ഇന്ത്യൻ കോഫി ഹൗസിന് തുല്യമാണ് കോശീസ്. എല്ലാവർക്കും എപ്പോഴും കാണുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള ഒരു മീറ്റിംഗ് പോയിന്റ്. ബ്രിട്ടീഷ് ഭരണകാലത്തോളം പേരും പെരുമയും ഈ റെസ്റ്റോറൻറ്റിനുണ്ട്. കമിതാക്കളും യുവാക്കളും എല്ലാത്തരം ബിസിനസ്സുകാരും വൃദ്ധജനവും ആംഗ്ലോ ഇന്ത്യൻസും എല്ലാം സാധാരണ നിലയിൽ ഏതു നേരവും ഒത്തുകൂടി സമയം വിനിയോഗിക്കുന്ന ഇവിടം പൊതുവെ തിരക്കായിരിക്കും. മറ്റാരെയും പോലെ അരവിന്ദും കോശീസ് ജംഗ്ഷനിൽ വന്നു. ഇവിടെയാണ് സനിൽ അവനോട് വന്നു നിൽക്കാൻ പറഞ്ഞതും. ഇവിടെ ഇന്ന് പലതരത്തിലുള്ള പല സന്നദ്ധ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഒത്തുകൂടുന്നുണ്ട്. എല്ലാവർക്കും കാലാവസ്ഥാ വ്യതിയാനവും ആധുനിക ജീവിത സാഹചര്യങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളും എങ്ങനെ നേരിടണം എന്നതിന് വിവിധ രാജ്യാന്തര പ്രൊജക്റ്റുകളുടെ തന്നെ പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് തീരുമാനിക്കാനുള്ളത്. സനിലിനൊപ്പം മാർട്ടിനും ഡോക്ടർ കൃഷ്ണനുണ്ണിയും മറ്റ് വിവിധ സർക്കാർ ഇതര സംഘടനകളിലെ നേതൃത്വത്തിലുള്ളവരും ഒന്നിച്ചെത്തി. തൊട്ടു പിന്നാലെ വെളുത്ത് സുമുഖനായ ഒരാൾ കൂടി വന്നു. അയാൾ വന്ന പാടെ സനിലിനോട്, മൃണാളിനി എത്തിയില്ലേ? അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണല്ലോ. അതേന്ന്, അവർ രണ്ടാളും എത്തിയിട്ടില്ല. നളിനിയേച്ചിയും രവിയേട്ടനും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങില്ലെന്നേ. എല്ലാവരും രവിയേട്ടന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നളിനിയേച്ചി രവിയേട്ടനെയും കൂട്ടി ഇപ്പോൾ വരും, സനിൽ പറഞ്ഞു. അവൻ മൃണാളിനിയെ നളിനിയേച്ചി എന്നാണ് വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ അവസാനം എത്തി മൃണാളിനിയെ അന്വേഷിച്ചയാളെ നോക്കി, മോഹനേട്ടൻ, ഇത് അരവിന്ദ്, മാർട്ടിൻ്റെ കൊളീഗാണ്. നിങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുക. ഞാൻ അവരെ വിളിക്കട്ടെ, എവിടെ എത്തിയെന്ന് ചോദിക്കാമല്ലോ. സനിൽ ഗുരുവായൂർ സ്ലാങ്ങിൽ ചടുലമായി പറഞ്ഞു നിർത്തി. അവൻ അവരിൽ നിന്നും അല്പം മാറി മൊബൈലിൽ മൃണാളിനിയെയോ രവിയെയോ വിളിക്കുന്നു. മോഹൻ്റെ മുഖം വിളറി. അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ അരവിന്ദിനൊപ്പം ചേർന്ന് റെസ്റ്റോറൻറ്റിൽ എല്ലാവർക്കുമൊപ്പം പോയി. അധികം വൈകാതെ ഒരു ചാരനിറത്തിലുള്ള ഫോർഡ് SUV കാർ റെസ്റ്റോറൻറ്റിന് മുന്നിലെത്തി. അതിൽ നിന്നും രവി ഇറങ്ങി. മൃണാളിനി കാർ മാറ്റി പാർക്ക് ചെയ്തിട്ട് സനിലിൻ്റെയും രവിയുടെയും അടുക്കൽ വന്നു. മങ്ങിയ വെള്ള പ്രിന്റഡ് സിൽക്ക് സാരിയിൽ ചെറിയ പിങ്ക് പൊട്ടുകൾ, ബോർഡറിൽ 3 പിങ്ക് വരകൾ, പിങ്ക് നിറത്തിലെ ബ്ലൗസും. കാഴ്ചയിൽ സാധാരണ ഒരു സ്ത്രീയേക്കാൾ ഉയരം തോന്നിക്കും. വെളുത്തിട്ട് ആവശ്യത്തിന് വണ്ണമുള്ള, മെലിഞ്ഞെന്നോ തടിച്ചു കൊഴുത്തെന്നോ ഒന്നും പറയാനില്ലാത്ത അഴകളവുകളൊത്ത ഒരു പരിഷ്കാരി. ഒതുങ്ങിയ താമരപ്പൂവിതൾ പോലുള്ള മുഖം, കൗതുകം നഷ്ടപ്പെടാത്ത കണ്ണുകളിൽ പല ചിന്തകൾ മിന്നിമറിയുന്നതുപോലെ തോന്നും. അധികം മേക്കപ്പുകളൊന്നുമില്ല. ലിപ് ഗ്ലോസ് പുരട്ടിയതാണെന്ന് തോന്നും. നനവാർന്ന നേരിയ തോതിൽ തടിച്ച കീഴ്ചുണ്ട്, ചന്ദ്രക്കല പോലുള്ള കപോലം, തഴച്ച് കട്ടിയുള്ള നീളൻ തലമുടി ഇടുപ്പുവരെയും നീണ്ടു പറന്നു കളിക്കുന്നു. യാദൃശ്ചികതയിൽ തോളിൽ നിന്നും എപ്പോഴും ഊർന്നു വീഴുന്ന സാരി അവൾ വീണ്ടും തോളിൽ ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ വടിവുടിവുകളും തെളിഞ്ഞു കാണാൻ സാധിക്കും.
ഇടതു കൈകൊണ്ട് സാരി ഒതുക്കുന്നതിനൊപ്പം മുഖത്ത് വീണു പറക്കുന്ന മുടിയും ഒതുക്കുന്നത് അവളുടെ സ്ഥിരം ശീലമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സാരിക്കിണങ്ങുന്ന അധികം ഹീലില്ലാത്ത കൊലാപ്പുരി ചെരുപ്പും. രവി കൈകാലുകളും ശരീരവും മെലിഞ്ഞ് തോളൽപ്പം മുന്നിലോട്ട് വളഞ്ഞ് സോൾട്ട് ആൻഡ് പെപ്പർ തലമുടിയും മീശയും താടിയും, നരച്ചു പഴകിയ ജീൻസ്. സ്വർണ്ണ മഞ്ഞവെയിൽ തെളിഞ്ഞ് നഗരം ഉന്മേഷഭരിതമായി വരുന്നു. തീ പുകയുന്ന ഇടതുകൈ ഉയർത്തി രവി, നളിനി പോയി എല്ലാവരെയും ചില്ലൗട്ടിൽ വരാൻ പറയൂ. സനിലും ഞാനും അവിടെ ഉണ്ടാകും. സ്വതവേയുള്ള പതിവ് ശീലങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് നളിനി കോശീസിനുള്ളിൽ കടന്നു. ചില്ലൗട്ട് ഒരു മിനി തിയേറ്റർ കം റെസ്റ്റോറൻ്റാണ്. വിവിധ വർണ്ണങ്ങളിൽ വിഖ്യാതരായ പലരുടെയും ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് തൂക്കി 3 ചുമരുകളും അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ എച്ച് ചെയ്ത ഗ്ലാസ് പെയിൻറ്റിങ്ങുകളും പുറമെ നിന്നും കാണാനാകും. ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ടുഡേയ്സ് പ്രോഗ്രാം എന്നെഴുതിയ ഒരു ബോർഡാണ്. അതിൽ NGOs മീറ്റിംഗ് ഫ്രം 9 to 1 എന്നെഴുതിയിട്ടുണ്ട്. പരമാവധി 40-50 പേർക്കിരുന്ന് തിന്നുകയും കുടിക്കുകയും ഷോർട്ട് ഫിലിം കാണുകയും സ്വകാര്യ കൂടിച്ചേരലുകൾ നടത്തുകയുമാവാം. ഉള്ളിൽ വലത്തേ അറ്റത്തായി കോഫി ബാർ കൗണ്ടർ. കാപ്പുച്ചിനോ, ഇൻസ്റ്റന്റ് റോസ്റ്റഡ് ബീൻ കോഫി, ഹോട്ട് ഡോഗ്, സാൻഡ്വിച്ച്, ഹാംബർഗർ, പിസ്സ, പാസ്ത, നൂഡിൽസ്, സമൂസ, മോമോസ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ മെനുവും കാണാം. കറുത്ത പാൻസും ചുവപ്പ് ഷർട്ടിൽ കറുപ്പും വെള്ളയും റിബണും ബാഡ്ജും വെള്ള വരയുള്ള കറുത്ത ദീർഘവൃത്താകൃതിയിലുള്ള തൊപ്പി ധരിച്ച 2 മണിപ്പൂരി പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അവരുടെ കഴുത്തിൽ ചെറിയ കുരിശുകോർത്ത നേരിയ സ്വർണമാലയുണ്ട്. മൃണാളിനിയും തൊട്ടു പിന്നാലെ മോഹനും മറ്റെല്ലാവരും ചില്ലൗട്ടിൽ കയറി വന്നു. എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ മൃണാളിനി കോഫി ബാറിൻ്റെ മുന്നിൽ വന്ന് സദസ്യരെ നോക്കി. ഇന്നത്തെ ഈ ഒത്തുചേരലിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഡോക്ടർ കൃഷ്ണനുണ്ണി നമ്മോട് സംസാരിക്കും എന്ന് പറഞ്ഞു. ഡോക്ടർ കൃഷ്ണനുണ്ണി ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയുടെ സോഷ്യോ സൈക്കോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. മലയാളിയാണെങ്കിലും ഭൂഖണ്ഡാനന്തര യാത്രകൾ അയാളുടെ ബാഹ്യപ്രകൃതിയെ പാടെ മാറ്റിയിരിക്കുന്നു. കാഴ്ചയിൽ ഒരു റെഡ് ഇന്ത്യൻ എന്ന് തോന്നിക്കും. തൻ്റെ വലതുകൈയിലെ റിസ്റ്റ് വാച്ച് കറക്കി കറക്കി ഡോക്ടർ കൃഷ്ണനുണ്ണി പറഞ്ഞു തുടങ്ങി. പ്രകൃതി ദുരന്തങ്ങൾ ഏതു തന്നെയായാലും അവയുണ്ടാക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്നത് മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ദക്ഷിണേന്ത്യയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രളയം, അതികഠിനമായ വരൾച്ച, അതിനു മുമ്പുണ്ടായ സുനാമി. ഇന്ത്യയിൽ അത്യപൂർവവും ആദ്യവുമാണ് സുനാമി. ഇനി സുനാമിയെയും പ്രളയത്തെയും വരൾച്ചയെയും അതിജീവിച്ചവരെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള വിവിധ പരിപാടികളാണ് ഓരോരോ സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തം. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് മനുഷ്യരെ ബാധിക്കുന്ന ഇനിയുള്ള എല്ലാ പ്രകൃതിമാറ്റത്തെയും കാണാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം. ഇതൊക്കെ ആഗോളതാപനത്തിൻ്റെ പ്രതിഭാസമാണെന്നത് പ്രശ്നങ്ങളോടുള്ള നിങ്ങളുടെ സമീപനത്തിലുണ്ടാകണം, ഡോക്ടർ കൃഷ്ണനുണ്ണി പറഞ്ഞു. ഓരോരുത്തരുടെയും പദ്ധതികളും ഫണ്ടും രാജ്യാന്തര നിലവാരത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതു പ്രകാരം മൃണാളിനിയിൽ നിന്നും ഓരോരുത്തരുടെയും പദ്ധതികൾ ഏറ്റെടുക്കാം. തുടർന്ന് മൃണാളിനിയും രവിയും ഡോക്ടർ കൃഷ്ണനുണ്ണിയുടെ സമീപം ചെന്നു നിന്നു. സാംസ്കാരികവും കലാപരവുമായ എല്ലാ മാധ്യമങ്ങളിലുമുള്ള ഓഡിയോ വീഡിയോ ഡോക്യുമെൻ്ററി സംബന്ധമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്തവും മേൽനോട്ടവും രവിക്കാണ്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും പ്രവർത്തന പുരോഗതി ഇവിടെ ചില്ലൗട്ടിൽ ഇതേ സമയം വിലയിരുത്തുന്നതായിരിക്കും, ഡോക്ടർ കൃഷ്ണനുണ്ണി പറഞ്ഞു നിർത്തി. തുടർന്ന് മൃണാളിനിക്കും രവിക്കും ചുറ്റും കൂട്ടം കൂടി ഗ്രൂപ്പ് ചർച്ചകളും ചില്ലൗട്ടിലെ ഇഷ്ടവിഭവങ്ങളുമായി അന്നത്തെ കാര്യങ്ങൾ നീങ്ങി. മോഹനും സനിലും മാർട്ടിനും അരവിന്ദും ഡോക്ടർ കൃഷ്ണനുണ്ണിയും ചില്ലൗട്ടിന് പുറത്തു വന്ന് സിഗരറ്റ് വലിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഗ്രൂപ്പ് പിരിഞ്ഞപ്പോൾ സമയം മധ്യാഹ്നമായി. മൃണാളിനിക്കൊപ്പം രവിയും കാറിൽ കയറവേ മോഹൻ രവിയോടായി പറഞ്ഞു, ഞാൻ രവിയെ വീട്ടിലിറക്കാം. നളിനിക്ക് വീട്ടിൽ പോയിട്ട് മക്കളുടെ പഠനകാര്യങ്ങൾ നോക്കാനുണ്ട്. അവർ 2 ആൾക്കും ടേം എക്സാമാണ്. രവിയുടെ മുഖം മങ്ങി. അരവിന്ദും കൂട്ടരും എന്തെന്നറിയാതെ പരസ്പരം നോക്കി. കാർ അപ്പോഴും സ്റ്റാർട്ടാക്കിയിട്ടില്ല. രവിക്ക് പകരം മൃണാളിനി കാറിൽ നിന്നും ഇറങ്ങി മോഹൻ്റെ അടുക്കൽ വന്നു. മറ്റാരെയും നോക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ പരിസരം തന്നെ മറന്ന് മോഹനോടായി, മക്കളെ മോഹനല്ലേ പഠിപ്പിക്കുക, ഞാനല്ലല്ലോ.
ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. മോഹൻ വീട്ടിൽ പോയിക്കോളൂ, ഞാൻ അധികം വൈകില്ല. പിന്നെ മോൾക്ക് ദുരന്ത ലഘൂകരണവും ഗ്രാമീണ ജീവിതവും എന്ന പുതിയ പാഠമുണ്ട്. ആ പാഠം മോഹനല്ലേ പഠിപ്പിക്കാനാവുകയുള്ളൂ. ഉറച്ച ആധികാരികമായ സ്വരത്തിൽ അവൾ പറഞ്ഞുകൊണ്ട് തിരികെ ചടുലമായി നടന്ന് കാറിൽ കയറി. മോഹന് സനിലിനെയും ഡോക്ടറെയും മറ്റ് സുഹൃത്തുക്കളെയും തല ഉയർത്തി മുഖത്ത് നോക്കാനായില്ല. ആക്ഷേപിതനായതിനാൽ ഇളിഭ്യനാകുന്നത് മുഖത്ത് കാണാൻ കഴിഞ്ഞു. മോഹൻ തനിക്ക് വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ട പോലെ നിരാശനായി കാറിൽ കയറി അതിവേഗം പാഞ്ഞു. നേരിയ തണുത്ത കാറ്റിൽ നാലുപാടും കരിമ്പച്ച ശിഖരം പടർത്തി നിരനിരയായി ചെമ്പൂക്കുല കാവടിയേന്തിയ വാഗമരക്കൂട്ടങ്ങൾ റോഡിന് ഇരുവശത്തും സ്വയം മറന്നാടിത്തിമിർക്കുന്ന നേരം മൃണാളിനി രവിയുമായി സാവകാശം കാറോടിച്ചുപോയി. അരവിന്ദും മറ്റും അവിടെ നിന്ന് ചർച്ചകൾ തുടർന്നുവെങ്കിലും അവരിലെ ഊഷ്മളത നഷ്ടമായത് തുടർന്നുള്ള സംഭാഷണത്തെ ബാധിച്ചുവെന്ന് ബോധ്യമായ സനിൽ ആ സാഹചര്യത്തെ നിസ്സാരമായി കൈകാര്യം ചെയ്തു. ഏയ്, ഈ സീൻ പതിവാ. മൂന്നാളും പലപ്പോഴും ഇങ്ങനെയാ. പതിറ്റാണ്ടുകളായുള്ള ബന്ധമല്ലേ. JNUവിലെ അറിയപ്പെടുന്ന സഖാക്കളാണ്. അവിടെ നിന്നിറങ്ങിയതിൽ പിന്നെ മോഹനേട്ടനും നളിനിയേച്ചിയും കുറച്ചു കാലം ഒന്നിച്ചു താമസിച്ചു. ശരിക്കും വിവാഹിതരായിട്ട് 12-15 വർഷമേ ആയിട്ടുള്ളൂ. നളിനിയേച്ചിയും മോഹനേട്ടനും ഗുജറാത്തിലെ ഇർമയിൽ പഠിക്കാൻ പോയപ്പോൾ രവിയേട്ടൻ മദ്രാസിലും തിരുവനന്തപുരത്തുമായി സിനിമാ ഭ്രാന്ത് കയറി കറങ്ങി നടന്നു. മൂപ്പരുടെ അച്ഛൻ അക്കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന നേതാവായിരുന്നു. 70കളിലെ കൾട്ടുകളായ ഹിപ്പിയും ബീറ്റിൽസും സാർത്രും കമ്മ്യൂവും സ്വാധീനിച്ച് വശായവരിൽ നിരവധി പേരിൽ ഒരാളായിരുന്നു രവിയേട്ടൻ. ക്ഷോഭിക്കുന്ന യുവതയുടെ അസ്തിത്വ ദുഃഖം പേറിയിരുന്നവരിൽ മുമ്പനായിരുന്നു രവിയേട്ടൻ. മൂപ്പര് ഒന്നാമത്തെ ഗണത്തിലാണോ രണ്ടാമത്തെ ഗണത്തിലാണോ എന്ന് മൂപ്പർക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു. മുടിയും താടിയും നീട്ടി വളർത്തിയവർ. മറ്റൊരു കൂട്ടർ ഇതിനും പുറമെ ഭാങ്ങും കഞ്ചാവും ഒക്കെയായി പറന്നു നടന്നു. രവിയേട്ടൻ എപ്പോഴും പുകയുന്ന ബീഡിയും സർവ്വസമയത്തും ഫ്ലാസ്ക് നിറഞ്ഞ ഓൾഡ് മങ്ക് റമ്മും ശീലമാക്കിയിരുന്നു. മൂപ്പരുടെ കൂടെ ആയതിനാൽ ഞാനും പാശ്ചാത്യ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളെ, പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് നന്നായി അറിഞ്ഞു. പാശ്ചാത്യ ലോക സമൂഹത്തെക്കുറിച്ച് രവിയുടെ അഭിപ്രായം എന്തായിരുന്നു? അരവിന്ദ് സനിലിനോട് ചോദിച്ചു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും തിരിച്ചും പരിവർത്തനത്തിൻ്റെ ചക്രവാതം വീശിയടിച്ച കാലം. വിഗ്രഹങ്ങൾ പലതും കടപുഴകി. നൂതന ആശയങ്ങളും വിദണ്ഡവാദങ്ങളും കിളിർത്തു തഴച്ചു നിന്നിരുന്ന കാലം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, തുല്യത എന്നിവയുടെ കാമുകന്മാരിൽ പ്രമുഖനായിരുന്നു രവിയേട്ടൻ. ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റേത് നഗരത്തിലേതിലും അധികമായി റൂസോയുടെ ആരാധകർ കേരളത്തിലാണ് സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നത്. ഇവർക്ക് ആവേശം പകർന്നതിന് കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും എക്കാലത്തെയും പ്രവചനാത്മകമായ ധാർമ്മിക, സാമൂഹിക, രാഷ്ട്രീയ കവിതകൾ വീര്യം പകർന്നത്രേ. സിനിമയും സംഗീതവും സാഹിത്യവും ഈ മാർക്കറ്റിന് കീഴ്പ്പെട്ടു. ജോൺ എബ്രഹാമും അരവിന്ദനും KG ജോർജും മലയാളക്കരയിൽ ഹിപ്പികളും കമ്മ്യൂവും സാർത്രുമൊക്കെയായിരുന്നു. മലയാള സിനിമയിൽ അത് വാണിജ്യമായാലും കലാപരമായാലും ഔന്നത്യമുള്ളവയായി മാറി മറിഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ ഹൃദയത്തിൽ സ്വാംശീകരിച്ചാണ് മൂപ്പരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. സനിൽ വാചാലനായി. തൻ്റെ വിജ്ഞാനം വിളമ്പാൻ കിട്ടിയ നല്ല അവസരം. അരവിന്ദും മാർട്ടിനും കൃഷ്ണനുണ്ണിയും ആകാംക്ഷ പ്രകടിപ്പിച്ചു. ലോക സിനിമയിൽ ഗൊദാർദും ഈസ്ത്വൻ സാബോ, ഈസ്റ്റ് വാൻഷീദ്, ഫെല്ലിനി പോലുള്ളവരുടെ രചനകളും കാലത്തിൻ്റെ നേർസാക്ഷ്യമായി രവിയേട്ടൻ കണ്ടു. 90കളുടെ അവസാനം മലയാള സാഹിത്യത്തിൽ മുകുന്ദൻ്റെ കൂട്ടം തെറ്റി മേയുന്നവർ, ഈ ലോകം അതിലൊരു മനുഷ്യൻ, സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നവഗ്രഹങ്ങളുടെ തടവറ, OV വിജയൻ്റെ ഖസാക്ക് ഒക്കെ കാലത്തിൻ്റെ പരിച്ഛേദങ്ങളായി മൂപ്പർ കാണുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ രവിയേട്ടനെ സ്വാധീനിക്കാൻ ധാരാളമായിരുന്നു എന്ന് പറയണ്ടല്ലോ. സനിൽ രവിയുടെ ബൗദ്ധിക നിലവാരത്തെ പ്രകീർത്തിച്ചു. രവി വിവാഹിതനായത് ഞാൻ അറിഞ്ഞതാണ്. മാർട്ടിൻ സനിലിനോട് ചോദിച്ചു. അതെ, ആ കാലത്ത് എന്നോ രവിയേട്ടൻ്റെ വിവാഹം നടന്നിരുന്നു. ആ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല. മുറപ്പെണ്ണായിരുന്നു അത്രേ. അവർ കോഴിക്കോട്ടെ ഒരു നാട്ടുപ്രദേശത്തുകാരി. മൂപ്പരുടെ വിശാലമായ സിനിമാ ലോകവും ഇടതുപക്ഷ രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്ത് വലയവും സിനിമാ ചർച്ചയും പാട്ടും സംഗീതവും മദ്യപാനവും പുകവലിയും പിന്നെ എവിടെയെന്നില്ലാത്ത യാത്രകൾ, ആഴ്ചകളോളം വീട്ടിൽ വരാതിരിക്കുക, ഇതൊക്കെ തന്നെ ആയിരുന്നു അവർ തമ്മിലെ പ്രശ്നമെന്ന് കേട്ടിട്ടുണ്ട്, സനിൽ പറഞ്ഞു. മൂപ്പർ നല്ലൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നല്ലോ, അത് അരവിന്ദ് പറഞ്ഞു തീരും മുമ്പ് തന്നെ സനിൽ
മൂപ്പരുടെ ആദ്യ സിനിമയ്ക്ക് തന്നെ ദേശീയ സംസ്ഥാന അവാർഡുകളും കിട്ടിയതാണ്. കതിരും കളയും ഈ രവിയേട്ടൻ ഇപ്പോഴും സിനിമാപ്പണി തുടർന്നിരുന്നെങ്കിൽ മലയാളത്തിലെ ഒരു രാമു കാര്യാട്ടോ തമിഴിലെ ബാലു മഹേന്ദ്രയോ ആകുമായിരുന്നു. ഇപ്പോഴും മെയിൻ സ്ട്രീം സിനിമാ നിർമ്മാതാക്കൾ ഏത് സമയത്തും തയ്യാറാണ്. മൂപ്പരൊന്ന് മൂളിയാൽ മതി. മെയിൻ സ്ട്രീം സിനിമ വിട്ടതിൽ പിന്നെ സർക്കാർ ഇതര രാജ്യാന്തര സംഘടനകൾക്ക് ഡോക്യുമെൻ്ററി സിനിമ തയ്യാറാക്കലാണ് പണി. സാമ്രാജ്യത്വ വിരുദ്ധതയാണ് സംഭാഷണത്തിൽ മുഴുവനും. അമേരിക്ക എന്ന കോളയ്ക്കെതിരെ 9 മിനിറ്റ് പരിഹാസ സിനിമ എടുത്തതിനാൽ മൂപ്പർക്ക് അങ്ങോട്ടേക്ക് വിസ നിഷേധിക്കപ്പെട്ടു. വടക്കേ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ രാജ്യതലസ്ഥാനത്ത് ഭരണാധികാരിയായപ്പോൾ അദ്ദേഹത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന വിലക്ക് പിൻവലിച്ചതിനോടൊപ്പം രവിയേട്ടനും വിസ അനുവദിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു. കൃഷ്ണനുണ്ണി: പുള്ളി സിനിമ സംവിധാനം ചെയ്യുന്ന സമയങ്ങൾ എങ്ങനെയായിരുന്നു സനിൽ? മൂപ്പരുടെ കൂടെ പണിയെടുക്കാൻ എളുപ്പമാണ്. ഏത് വിഷ്വൽ എത്ര മണിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വരെ പറയും. മുഴുവൻ സമയം എഡിറ്റ് റൂമിൽ കുത്തിയിരുന്ന് പണി സമയത്തിന് മുമ്പ് തീർക്കും. അതുകൊണ്ട് തന്നെ എഡിറ്റർ ജാഫർക്ക് പണി എളുപ്പമാകും. ഓൻ രാവിലെ എഡിറ്റ് റൂം തുറന്നു വെച്ചിട്ട് കറങ്ങി നടക്കും. എഡിറ്റിംഗ് പണിയും രവിയേട്ടൻ ചെയ്തോളും. എഡിറ്റർ എന്ന പേരും അതിൻ്റെ പണിക്കൂലിയും ആ മുടന്തൻ ജാഫർ എഴുതിയെടുക്കും. സനിൽ ജാഫറിനോടുള്ള അവൻ്റെ അസൂയ പ്രകടിപ്പിച്ചു. അരവിന്ദും മാർട്ടിനും കൃഷ്ണനുണ്ണിയും പരസ്പരം നോക്കി അടക്കി ചിരിച്ചു. സനിൽ തുടർന്നു. മൂപ്പര് സിനിമയുടെ പുറകെ പോയപ്പോൾ മോഹനേട്ടനും നളിനിയേച്ചിയും ഗുജറാത്തിൽ അമൂൽ കുര്യൻ്റെ കൂടെ ഇർമയിൽ ഗ്രാമീണ മാനേജ്മെൻറ്റ് പഠനത്തിന് പോയി. ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഈ 3 ആളും പിരിഞ്ഞിരുന്നുള്ളൂ. മൂവർക്കും ഇപ്പോഴും ഒരു ദിവസം പോലും കാണാതിരിക്കാനാകില്ല. നളിനിയേച്ചിയും മോഹനേട്ടനും കൂടാതെ മൂപ്പർക്ക് വിശാലമായ ഒരു ബുദ്ധിജീവി സൗഹൃദ വലയം തന്നെയുണ്ട്. ഡോക്ടർ തൻ്റെ റിസ്റ്റ് വാച്ച് തിരിച്ചും മറിച്ചും കറക്കുന്നുണ്ട്. മാർട്ടിൻ വിൽസ് ഫിൽറ്റർ വലിച്ച് പുക തള്ളുന്നു. ഇപ്പോഴും ചില ഒന്നാന്തര സ്ക്രിപ്റ്റുകൾ കയ്യിലുണ്ട്. രവിയേട്ടൻ്റെ ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്ക് ക്യാമറാമാനായി പ്രവർത്തിച്ചാൽ പിന്നെ ഞാൻ ഈ ഡോക്യുമെൻ്ററി പരിപാടി എന്നത്തേക്കുമായി വിടും. രവിക്കൊപ്പം ക്യാമറാമാനായി പ്രവർത്തിക്കുന്നതിലുള്ള സ്വാർത്ഥ താല്പര്യം അവൻ അറിയാതെ പ്രകടിപ്പിച്ചു. സനിലിനറിയാമോ, ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ത്രീ ഇവിടെ രവിയെ കാണാൻ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ? മാർട്ടിൻ സനിലിനോട് ആരാഞ്ഞു. ഓ, മെർലിൻ. എല്ലാ ശനിയാഴ്ചകളിലും തിരുവനന്തപുരത്ത് നിന്നും രാത്രി ബസ്സിന് കയറി രവിയേട്ടൻ്റെ ഫ്ലാറ്റിൽ അതിരാവിലെ എത്തും. ഓളൊരു അണ്ടിപ്പശുവാണെന്ന് രവിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൾ കാരണം മൂപ്പര് വേറൊന്നും ചിന്തിക്കുന്നതിന് താല്പര്യപ്പെടാറില്ല. ഓൾക്ക് സാമൂഹിക പ്രവർത്തനത്തിന് സമാന്തര മാർക്സസേ അവാർഡ് വേണമത്രേ. ഒരു അമ്പലക്കാള തോന്നുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടക്കും. ഡെസ്മണ്ട് മോറിസിൻ്റെ വിഖ്യാതമായ നഗ്നനാരിയിൽ വർണ്ണിക്കുന്ന പോലത്തെ പുരാതന കാലത്തെ അപരിഷ്കൃത സ്ത്രീയുടെ ശരീരഘടനയാണ്. NGO പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വെച്ച് രവിയേട്ടൻ പരിചയപ്പെട്ടതാണ് ഓളെ. സ്ത്രീ മുന്നേറ്റ സാമൂഹിക പ്രവർത്തക എന്നാണ് പറയുന്നത്. അവൻ പരിഹാസ രൂപേണ തുടർന്നു. സാമൂഹിക പ്രവർത്തക എന്ന് കേട്ടാൽ മൂപ്പർക്ക് അവിടെ കുറ്റിയടിക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട. ഓള് വന്നാൽ പിന്നെ 2 ദിവസം മൂപ്പര് ഫ്ലാറ്റ് വിട്ട് എങ്ങും പോകില്ല. ഫുൾ ടൈം വായനയും എഴുത്തും എഡിറ്റിങ്ങും. എനിക്കും വേറെ പണിയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരത്തുണ്ടാകണം. പലപ്പോഴും ഭക്ഷണം, വെള്ളം, സിഗരറ്റ്, പിന്നെ ആ ദിവസങ്ങളിൽ മാത്രം സ്പ്രിൻ്റ്, സ്പ്രൈറ്റ്, അതുമല്ലെങ്കിൽ സോഡയെങ്കിലും വേണം. ആരാ ഈ മാതിരി സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പലപ്പോഴും ഇതുമാതിരി സാധനങ്ങൾ കൊടുക്കാൻ വാതിൽ തള്ളി തുറക്കുന്ന നേരം രസകരമായ കാഴ്ചകൾ കാണാനാകും. 2 ആളുടെയും ശരീരത്തിൽ ഉടുതുണി ഉണ്ടാകാറില്ല. അഭ്യാസമെല്ലാം നിലത്ത് പോസടിയിലാകുന്നത് നന്നായി. സനിൽ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു നിർത്തി. സമയം ഇഴഞ്ഞു നീങ്ങുന്ന പോലെ തോന്നിയ അരവിന്ദ് സനിലിനോടായി. ഇവരെ 3 ആളെയും എത്ര കാലമായി സനിലിനറിയാം? സനിൽ അവൻ്റെ മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു നോക്കി തിരിച്ചിട്ടു. 4-5 വർഷമായിട്ടുണ്ടാകും. ഇരു കൂട്ടരും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ കോശീസിൽ വെച്ച് തന്നെയാണ് കണ്ടുമുട്ടുന്നത്. അതിൽ പിന്നെ രവിയേട്ടനും മോഹനേട്ടനും നളിനിയേച്ചിയും പരസ്പരം അപ്പാർട്ട്മെൻറ്റുകളിൽ പോകുകയും സാംസ്കാരിക പരിപാടികൾക്കും സിനിമയ്ക്കും പിന്നെ ഈറ്റ് ഔട്ടിനുമൊക്കെ ഒന്നിച്ചു പോകുന്നത് സ്ഥിരമാണ്. മെർലിൻ തിരുവനന്തപുരത്ത് നിന്ന് കയറും പൊട്ടിച്ച് ഇവിടെ വന്നില്ലെങ്കിൽ രവിയേട്ടൻ വീക്കെൻഡുകളിൽ നളിനിയേച്ചിയുടെ വീട്ടിലാണ്. ഇപ്പോൾ കണ്ടതുപോലത്തെ ഇത്തരം സീനുകൾ
നിങ്ങൾ ഇനിയും പലപ്പോഴും കണ്ടെന്നിരിക്കും. ബേജാറാകേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എനിക്ക് രവിയേട്ടൻ്റെ വിളി വരും. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അരവിന്ദനെയും മറ്റും സമാധാനിപ്പിച്ചിട്ട് ഓട്ടോയിൽ കയറി സനിൽ പോയി. ജ്വാലഹള്ളി സ്റ്റേഡിയത്തിന് എതിർവശത്തായിട്ടാണ് രവിയുടെ അപ്പാർട്ട്മെൻറ്റ്. ഹുട്ടി ഗോൾഡ്. ഗ്രൗണ്ടിനു ചുറ്റുമായി വിശാലമായ റോഡ്. ഇവിടെ പണ്ട് സ്വർണം ഖനനം നടത്തിയിരുന്നത്രേ. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള മതിലിനു ചേർന്ന് ചെറുനഗരം വികസിച്ചിരിക്കുന്നു. സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള റോഡിനോട് ചേർന്ന് ഇടത്തരം ചെറുകിട കച്ചവടക്കാർ. ഒരു വശത്തായി തുറന്നിരിക്കുന്ന കടകൾ ഈ പ്രദേശമാകെ തിരക്ക് അനുഭവമാക്കുന്നു. പ്രധാന നഗരത്തിൻ്റെ ഒരു ചെറുശാഖ പോലെ. എന്നാൽ രവി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് നിവാസികൾക്ക് സ്വകാര്യത കുറവ് തോന്നില്ല. ഗ്രൗണ്ട് +4 അപ്പാർട്ട്മെൻറ്റിൽ 2ാം നിലയിൽ സ്റ്റേഡിയത്തിന് അഭിമുഖമായി ഏതാണ്ട് മധ്യത്താണ് രവിയുടെ ഫ്ലാറ്റ് 67ൻ്റെ വാതിൽ തുറക്കുന്നത്. കോറിഡോറിൽ വാതിലിന് സമീപത്തായി ഒരു ചൂരൽ ചെയർ കിടപ്പുണ്ട്. ഇവിടെ ഇരുന്നാൽ ഗ്രൗണ്ടിലെ കുട്ടികളുടെ ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാം. അതിരാവിലെയും വൈകിട്ടും നടക്കാനും കാറ്റുകൊള്ളാനും മറ്റുമായി വരുന്നവരെ കാണാം. ഉന്തുവണ്ടിയിൽ കൊണ്ടുവരുന്ന പാനിപൂരി, കാപ്പി, ചായ, കപ്പലണ്ടി, ചോളം തുടങ്ങിയ ചെറുകിട കച്ചവടക്കാരെയും അവരുടെ കസ്റ്റമേഴ്സിനെയും അവിടെ വന്നുകൂടുന്നവരുടെ വ്യവഹാരങ്ങളെയും ഒക്കെ കണ്ട് സമയം തള്ളി നീക്കാം. ജ്വാലഹള്ളിയിലെ രവിയുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ മൃണാളിനി കാർ നിർത്തി. രവി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ വഴിമധ്യേ സൂപ്പർമാർക്കറ്റിൽ നിന്നും വാങ്ങിയ ബ്രെഡും മറ്റ് ഭക്ഷണ സാധനങ്ങളുമായി 2ാം നിലയിൽ പടിക്കെട്ട് കയറി ഡോർ നമ്പർ 67 തുറന്ന് ഇരുവരും പ്രവേശിച്ചു. തുറന്നു മലർന്ന ഹാൾ. ഇരുവശങ്ങളിലായി 2 ബെഡ്റൂം, ഡൈനിങ് കം കിച്ചൺ. ഹാളിൽ അങ്ങിങ്ങായി പെൻസിൽ കൊണ്ടും അക്രിലിക്കിലും വരച്ച വിവിധ ചിത്രങ്ങൾ. സൂക്ഷിച്ചു നോക്കിയാൽ വില്യം വേർഡ്സ്വർത്തിൻ്റെ സോളിറ്ററി റീപ്പർ മുതൽ പല പല പ്രക്ഷോഭത്തിൻ്റെയും ചിത്രങ്ങളാണ് കാണാനാകുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി വലതുവശത്തെ റൂമിൻ്റെ വാതിലിനു മുകളിലായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായ മാർക്സ്, ഏംഗൽസ്, ലെനിൻ, ചെഗ്വേര പിന്നെ AKGയുടെയും ഫോട്ടോകൾ ചിട്ടയോടെ നിരത്തി തൂക്കിയിട്ടുണ്ട്. ഏറെ ശ്രദ്ധേയമായി ഒരു കാർട്ടൂൺ ഫ്രെയിം ചെയ്ത് ഇടതുവശത്തെ മുറിയുടെ വാതിലിനു മുകളിലായി കാണുന്നുണ്ട്. ജനസംഘത്തിൻ്റെ പ്രചാരകരായ കൊങ്ങിണികൾ കാസർഗോഡ് നടത്തിയിരുന്ന ഗണേശ് BD കമ്പനി പൂട്ടിക്കാൻ AKG നടത്തിയ കാൽനട ജാഥയുടേതാണ് ആ കാർട്ടൂൺ. അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ കഴിഞ്ഞ് ഉള്ളിൽ ഇരുവശത്തായി നിലത്ത് കാണുന്നത് ഒരു ഗിത്താർ. ആദിമ ഇന്ത്യയുടെ സംഗീത സംസ്കാരത്തിൻ്റെ ആദിരൂപമായ വയനാടൻ ബാംബു, ഓർക്കസ്ട്രയുടെ കുറേ ഫ്ലൂട്ടുകളും പിന്നെ ഒരു ഉടുക്കും. വിവിധ കാലഘട്ടങ്ങളുടെ സംസ്കാരങ്ങൾ തന്നിലുണ്ടാക്കിയിരുന്ന സംഘർഷങ്ങളോ അതോ അവയിലെ പൊരുത്തക്കേടുകളെ സമന്വയിപ്പിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളോ ആയിരുന്നുവോ എന്ന് നിശ്ചയമില്ല. സല്ലാപ അറയും തീന്മേശയും അവ അലങ്കരിച്ചിരിക്കുന്നതിൻ്റെ വശത്തായുള്ള തൂണിനോട് ചേർന്നാണ് സംഗീത ഉപകരണങ്ങൾ വച്ചിരിക്കുന്നത്. മീൽ സേഫിന് തുല്യമായി ബുക്ക് ഷെൽഫും മീൽ സേഫും ചേർന്ന ഒരു പകുതി മറ. ഷെൽഫിൽ നിറയെ മലയാളവും ഇംഗ്ലീഷും പുസ്തകങ്ങൾ. ഈ ഷെൽഫ് അടുക്കളയും സല്ലാപ അറയും കിടപ്പുമുറിയും തമ്മിൽ വേർതിരിക്കുന്നു. എന്നാൽ ബെഡ്റൂം ഉപയോഗിക്കുന്നതായി തോന്നുന്നില്ല. സല്ലാപ അറ തന്നെയാണ് രവിക്ക് കിടപ്പുമുറിയുമെല്ലാം. അത്തരം ലക്ഷണങ്ങളാണ് ആദ്യമായി കാണുന്നവർക്ക് രവിയുടെ വാസസ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാനാകുന്നത്. സന്ധ്യയോടെ മൃണാളിനി വീട്ടിലെത്തി. മോഹൻ അവൾക്ക് മുഖം കൊടുത്തില്ല. മൃണാളിനി യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ സാധാരണ പോലെ പെരുമാറി. മക്കൾ 2ആളും പഠിക്കുന്നുണ്ടായിരുന്നു. അത്താഴ സമയത്ത് മൃണാളിനി ഒരു പ്രഖ്യാപനം നടത്തി. ഈ പ്രൊജക്റ്റ് തീരും വരെ വെള്ളിയാഴ്ചകളിലെ NGOസിൻ്റെ പ്രവർത്തനം വിലയിരുത്തലും കൂടിക്കാഴ്ചയും കഴിഞ്ഞാൽ ഞാൻ രവിക്കൊപ്പം ഞായറാഴ്ച വൈകിട്ട് വരെ ജ്വാലഹള്ളിയിലെ അപ്പാർട്ട്മെൻറ്റിലായിരിക്കും. മക്കളും മോഹനും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓരോ മുറിയുടെയും ഓരോ ചുമരിനും ഓരോ നിറം. ഈ ഫ്ലാറ്റിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യത്തിനും സന്തോഷത്തിനും അന്നു മുതൽ മങ്ങലേറ്റു തുടങ്ങി.
മനോഹരമായി അലങ്കരിച്ച ആ ഫ്ലാറ്റിൽ നിശബ്ദ യുദ്ധം ആരംഭിക്കുകയായി. പകൽ കുറവാണിപ്പോൾ. മഴ മാറി നിൽക്കുന്ന മൺസൂൺ ഗ്യാപ്പ് എന്ന കാലഘട്ടം ശക്തമായി തിരിച്ചെത്തുന്ന മഴക്കാലത്തിൻ്റെ സൂചന നൽകുന്നു. തെക്കൻ ചൈനാക്കടലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം ദക്ഷിണേന്ത്യൻ സംസ്ഥാന തീരങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉൾപ്പെടെ കാലാവസ്ഥയെ ബാധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് TV ചാനലിൽ സ്ക്രോൾ പോകുന്നു. മഴ നിയമപ്രകാരം ഷാർജ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് കിട്ടിയ വിജയത്തെ തുടർന്ന് ലോകവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾ കണ്ടിരിക്കുകയായിരുന്നു മോഹൻ. അത്തരം വെള്ളിയാഴ്ചകളും ഞായറാഴ്ചകളും നിരവധി കടന്നുപോയി. സനിലിൻ്റെ ഷെഡ്യൂളിൽ മാറ്റമുണ്ടായില്ല. എപ്പോഴുമല്ലെങ്കിലും വല്ലപ്പോഴും മെർലിനും രവിയും തമ്മിലെ പോലുള്ള ഉടലും ഉയിരും ചേരുന്ന വ്യായാമങ്ങളുടെ ലക്ഷണങ്ങൾ മൃണാളിനിയും രവിയും തമ്മിലും നടത്തിയിരുന്നതായി സനിൽ കണ്ടിരുന്നത്രേ. കൂടുതൽ സമയവും വായനയും എഴുത്തും കൂടാതെ ഡോക്യുമെൻ്ററികൾ കാണുക എന്നിവയാണ് പ്രധാനമായും അവിടെ അവർ തമ്മിൽ നടത്തിയിരുന്നത്. ഇടവേളകളിൽ താളഗതികളുടെ വായ്ച്ചൊല്ലുമായി രവി മൃണാളിനിയെ സന്തോഷിപ്പിക്കും. ചിലപ്പോൾ മുളസംഗീതം, പലപ്പോഴും ഗിറ്റാറിൻ്റെ ആധുനിക സംഗീതം. ശനി ഞായർ ദിവസങ്ങളിലെ NGOസിൻ്റെ കോശീസിലെ ഒത്തുചേരൽ കഴിഞ്ഞാൽ പിന്നെ രവിയെയും മൃണാളിനിയെയും ആർക്കും അപ്പാർട്ട്മെൻറ്റിൽ പോയി കാണാനാകില്ല. എന്തും ഏതും സംശയ നിവാരണം അവിടെ കോശീസിൽ വെച്ച് വ്യക്തമാക്കി പരിഹരിച്ചു പോയിക്കോണം. അത്തരം നിബന്ധന മോഹനും ബാധകമാണ്. പക്ഷേ മോഹന് മക്കളോടൊപ്പം ഞായറാഴ്ച മൃണാളിനിയെ കാണാം. പിന്നെ സനിലിനു മാത്രമാണ് പരിമിതമായെങ്കിലും അപ്പാർട്ട്മെൻറ്റിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. മൃണാളിനി എന്നും രവിക്ക് ഒരു പിൻവിളിയായി മാറിക്കഴിഞ്ഞിരുന്നു. മൃണാളിനിയുടെ അഭാവത്തിൽ രവിയുടെ ദിനരാത്രങ്ങൾ രണഭൂമിയിൽ ആയുധങ്ങളേറ്റ് കീറിമുറിഞ്ഞ് ചോര വാർന്ന് അവശനെപ്പോലെയായിരുന്നു. വിരഹത ഏൽപ്പിക്കുന്ന വേദന മറക്കാൻ രവി മദ്യവും പുകയും എത്രയെങ്കിലും ഇരട്ടിയാക്കി. മെർലിനെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് തന്നെ പറയാം. മൃണാളിനി രവിയുടെ സുഖസ്മൃതികളിൽ തേന്മഴ തൂകി നിന്ന നിത്യസൗഗന്ധിക പുഷ്പമായി. ദുഃഖങ്ങളിൽ സാന്ത്വനത്തിൻ്റെ മധുര ശബ്ദമായി. വേദനകളിൽ സ്നേഹത്തിൻ്റെ കുളിർമയായി. അവൻ്റെ മുറിവുകളിൽ അമൃതബിന്ദുക്കളായി, മൃതസഞ്ജീവനിയായി. ഹൃദയവീണയിൽ ദേവസംഗീതമായി, അവൻ്റെ അന്തരംഗ സഖിയായി എന്നത്തേക്കും മാറുകയായിരുന്നു. വർഷം 2 പിന്നിട്ടു. മാനസിക പിരിമുറക്കം കലശലായി. പുകവലിയും മദ്യപാനവും 10 മടങ്ങായി. രവി സാവകാശം കിടപ്പുരോഗിയായി, അർദ്ധപ്രാണനായി. രവിയുടെ ചിന്തയിൽ ആഗോളതാപനത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊടിയ ഭീകരരൂപങ്ങൾ പൂണ്ടു. തുടക്കം എവിടെ നിന്നെന്ന് അവൻ അറിഞ്ഞില്ല. ആകാശം മുട്ടെ തിരകൾ ഉയർന്നു. അതിഭയങ്കര പ്രളയം. അതിൽ നിലകിട്ടാതെ വെപ്രാളപ്പെടുന്ന മനുഷ്യർ. ആ പ്രക്ഷോഭത്തിൽപ്പെട്ട് അസംഖ്യം തോണികൾ 4 നില കെട്ടിടങ്ങൾക്കും മുകളിൽ ഉയരുന്നു. അതാ അവിടെ ഒരു വടവൃക്ഷം. അതിൽ തോണിയെ ബന്ധിച്ചു. അതിൽ നിന്നും അവൻ ഇറങ്ങുന്നു. മുന്നിൽ തിരയടിച്ചാർക്കുന്ന പതഞ്ഞിളകുന്ന പ്രളയജലം. ഈറനണിഞ്ഞ കണ്ണുകളോടെ ആ അനന്തമായ ജലപ്പരപ്പിലേക്ക് നോക്കി മാറത്തടിക്കുന്ന നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും. ആർത്തി പൂണ്ട വികസന സംസ്കാരം സൃഷ്ടിച്ച മഹാനാശത്തിൻ്റെ വിത്തുകൾ മുളപൊട്ടി വളർന്നു പൊന്തി. ലോഭം, മോഹം, മതം, മാത്സര്യം ഇവയ്ക്ക് അടിമകളായി നുരകുത്തി മതിച്ച കാമോപഭോഗ പരപ്പിൽ തകർന്നടിയുന്ന ആധുനിക നാഗരിക സംസ്കാരം. മിന്നൽ തീ കൊളുത്തുന്നു. ഇടിയൊച്ചയിൽ കരിമേഘമതിൽ കുലുങ്ങുന്നു. പേമാരി കൊടുങ്കാറ്റിൻ്റെ യുദ്ധപ്രഖ്യാപനം ദൂരെ നിന്നും കേൾക്കാം. രാക്ഷസ തിരമാലകൾ ഉപ്പിറക്കി കരിഞ്ഞു കരുവാളിച്ച നെൽപ്പാടങ്ങൾ. ആകാശദുർഗങ്ങൾ അടർന്നു വരുന്നതായി അവന് തോന്നി. ഉണങ്ങി വിണ്ടുകീറിയ ഭൂമിയുടെ മാറിടം. തെല്ലകലെ ദാഹജലം തേടി പാനകളുമേന്തി നടന്ന് അവശരാകുന്ന മനുഷ്യക്കോലങ്ങൾ. ഭീകര ദൃശ്യങ്ങളിൽ നിന്നും ഞെട്ടിയുണർന്ന രവി നിദ്രയിൽ കണ്ട പ്രകൃതിയിലെ പ്രക്ഷോഭങ്ങൾ അരവിന്ദും മാർട്ടിനും സനിലും ചേർന്ന് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി സ്ക്രിപ്റ്റുകളായിരുന്നുവെന്ന് പ്രജ്ഞ വീണ്ടുകിട്ടിയ രവി തിരിച്ചറിയുന്നു. സന്ദർശകർ തീരെയില്ല.
കൂട്ടിരിപ്പിന് ആകെ മൃണാളിനി മാത്രം. സനിൽ വന്നു പോകും. സാമൂഹിക സേവനത്തിനുള്ള സമാന്തര മാക്സസെ പുരസ്കാരം ഒപ്പിക്കാൻ രവി വിചാരിച്ചാൽ സാധിക്കില്ലെന്ന് മെർലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തിനും ഏതിനും മൃണാളിനി തനിക്കൊപ്പം ഉണ്ടല്ലോ എന്നായി. NGO മീറ്റിങ്ങുകൾ മാത്രം മൃണാളിനിക്കൊപ്പം അറ്റൻഡ് ചെയ്തു. രവിയുടെ ഉൾപ്പെടെ ഏറ്റെടുത്ത ഭാരിച്ച ഉത്തരവാദിത്തം മൃണാളിനിയുടെ ചുമലിലായി. മൃണാളിനി വീട്ടിൽ പോകുന്നത് മുടങ്ങി. മക്കളോടും മോഹനോടും പറഞ്ഞ ഷെഡ്യൂൾ പാടെ മാറി. വീട്ടിൽ വരുന്നത് ക്രമേണ കുറഞ്ഞ് ചില ആഴ്ചകളിൽ ഒരിക്കൽ പോലും പോകാനാവാതെയായി. രവിയെ ചികിത്സിക്കണം. ഏറ്റെടുത്ത ഉത്തരവാദിത്തം മാന്യമായി പൂർത്തിയാക്കണം. മക്കളും മോഹനും ഇടയ്ക്ക് വിളിക്കുമ്പോൾ വീട്ടുകാര്യം പറയും. അവൾ ഒരു അമ്മയാണെന്നും ഭാര്യയാണെന്നുമുള്ള കാര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യമില്ലാതായി. അവളിലെ ഉത്സാഹവും പ്രസരിപ്പും മങ്ങിത്തുടങ്ങിയ പോലെ. എപ്പോഴും ആകർഷകമായിരുന്ന നനഞ്ഞു തുടുത്ത അവളുടെ കീഴ്ച്ചുണ്ട് ഇപ്പോൾ ഉണങ്ങി വരണ്ട് അനാകർഷകമായി. വലിച്ചുവാരി സാരി ധരിക്കുന്നത് അവളിലെ പരിഷ്കാരിയെ ഇല്ലാതാക്കി. ആലസ്യവും അലസതയും ബാധിച്ച മൃണാളിനി ആരോടെന്നില്ലാതെ കരുണ കേഴുന്ന കണ്ണുകളോടുകൂടിയ ഒരുവളായി. അവളിലെ ധൈര്യശാലി സാമർഥ്യക്കാരി അവളിൽ നിന്നും അപ്രത്യക്ഷയായി. രവിയുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചു. അന്ന് ഒരു വെള്ളിയാഴ്ച രാവിലെ അവൻ ഉണർന്നില്ല. വിവരമറിഞ്ഞ് ദേശീയവും അന്തർദേശീയവുമായ NGO പ്രവർത്തകരെല്ലാം അപ്പാർട്ട്മെൻറ്റിൽ തടിച്ചുകൂടി. അന്ത്യകർമ്മങ്ങൾ മൃണാളിനിയുടെ മകൻ രാഘവ് മോഹനെക്കൊണ്ട് ചെയ്യിച്ചു. രവിയുടെ വിയോഗം മുതൽ മൃണാളിനിയുടെ കണ്ണുകൾ തോരാതെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ പ്രകൃതിയും തോരാതെ മഴനൂലുകൾ പെയ്തു. പിന്നെയും 2 ആഴ്ച കൂടി അവൾ രവിയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി. ജീവൻ പിടിച്ചു നിർത്താൻ സനിൽ എന്തെങ്കിലും ആഹാരം എത്തിക്കും. മക്കളും മോഹനും എല്ലാ ദിവസവും വൈകിട്ട് അവളെ ഇവിടെ വന്ന് വിളിക്കും. മൃണാളിനി അവരോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. ആരും കണ്ണുവയ്ക്കുന്ന പ്രണയജീവിതത്തിലെ സ്വപ്നങ്ങളും അതിലേറെയും കയ്യിലൊതുങ്ങിയ കാലത്താണ് ഒരു കാരണവുമില്ലാതെ മൃണാളിനിയുടെ കണ്ണ് നിറഞ്ഞത്. രാവിലെ ഉണരുമ്പോൾ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ അവൾക്ക് തോന്നിയില്ല. വെറുതെ ഉറങ്ങാൻ മാത്രം ആഗ്രഹിച്ചു. പുറത്തു പോകാൻ, ആളുകളെ കാണാൻ താല്പര്യമില്ലാതായി. പതിവ് പോലെ ഞായറാഴ്ച മോഹനും മക്കളും വന്നു. പലതും പറഞ്ഞു. രവിയുടെ ഓർമ്മകളാൽ ദുഃഖം ഘനീഭവിച്ച് ആർദ്രമായ ഹൃദയത്തെ ദൃഢമാക്കി. മൃണാളിനി വെള്ളപ്പൊട്ടുകളുള്ള കറുത്ത ക്രേപ്പ് സാരിയിൽ രവിയുടെ വിരഹത്തെ ആവർത്തിക്കുകയായിരുന്നു. പിന്നെ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിലടച്ചുപൂട്ടി അവൾ പുറത്തിറങ്ങി. ചാവി സനിലിൽ നൽകി. മക്കളും മോഹനുമൊത്ത് കാറിൽ കയറി. കാർ പതുക്കെ നീങ്ങിത്തുടങ്ങി. മൃണാളിനി ഒരിക്കൽ കൂടി 2ാം നിലയിലെ രവിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി. ഒരു കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റുവീണു. ഡോക്ടർ കൃഷ്ണനുണ്ണിയുടെ സോഷ്യോ സൈക്കോ ഉപദേശങ്ങൾ അവളെ സാധാരണ നിലയിൽ എത്തിക്കുന്നതിന് സഹായിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനം അവളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ അവസരമൊരുക്കി. അപ്പോഴും ഏറ്റെടുത്ത പുനരധിവാസ പദ്ധതി പ്രവർത്തനങ്ങൾ ബാക്കി വയ്ക്കാതെ പൂർത്തിയാക്കി. പതിവില്ലാതെ കമ്പ്യൂട്ടറിൽ കുറേ ദിവസങ്ങൾ എന്തോ റിസർച്ച് ചെയ്ത് കുറിപ്പുകൾ തയ്യാറാക്കുന്ന തിരക്കിലായി. മനസ്സ് മൂടിയ വേർപാടിൻ്റെ ഇരുൾ തട്ടി നീക്കിയതിൻ്റെ ആശ്വാസമല്ല, നൈരാശ്യം ബാധിക്കുന്നവർക്ക് വഴികാട്ടിയാവാൻ ലിവ് ലവ് ലാഫ് എന്ന ഫൗണ്ടേഷൻ രവിയുടെ അപ്പാർട്ട്മെൻറ്റിൽ ആരംഭിച്ചു. ബംഗളൂരു നിവാസികളിൽ പലരും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പാർക്കുകളും കളിയിടങ്ങളും വിട്ട് മൃണാളിനിയുടെ ക്ലബ്ബിൽ ചേർന്ന് വ്യായാമവും ചിരിയുമായി ആഘോഷത്തിലായി. അപ്പോഴും നളിനിയേച്ചി തനിച്ചാണ് എന്ന് പറയാനാണ് സനിൽ ഇഷ്ടപ്പെടുന്നത്. NGOസിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ അവസാന ദിവസം പ്രകൃതി ലണ്ടൻ കാലാവസ്ഥ കടമെടുത്ത് കുളിരിൽ വിറകൊണ്ട് നിന്നൊരു ബംഗളൂരു ദിനം. വിജനവീഥികളിൽ നടക്കാനിറങ്ങിയപ്പോൾ ഓരോ തിരിവിലും വളവിലും ഉപചാരപൂർവം ക്ഷണപത്രം നീട്ടിപ്പിടിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗമരങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനവും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളും കുഴഞ്ഞുമറിഞ്ഞ് കലങ്ങിയൊഴുകുന്ന കാലപ്രവാഹത്തിൻ്റെ അരികുപറ്റി അരവിന്ദ് അവിടുന്ന് സാവകാശം നാട്ടിലേക്ക് മടങ്ങി. ഡോക്ടർ കൃഷ്ണനുണ്ണി ലണ്ടനിൽ തൻ്റെ സംഘടനയുടെ ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് യുക്രൈനിനെതിരെയുള്ള റഷ്യൻ യുദ്ധത്തിൽ ശിഥിലമായ ജനങ്ങളെ സഹായിക്കാനുള്ള പുതിയ ദൗത്യം ഏറ്റെടുത്തു.
സനിൽ രാജ്യാതിർത്തികളിൽ വ്യക്തിത്വവും അസ്തിത്വവും അറിയാതെ അലയുന്നവരുടെ ജീവിത ദുരിതങ്ങൾ ചിത്രീകരിക്കാൻ ക്യാമറയും എടുത്ത് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. മാർട്ടിൻ സസെക്സ് സർവകലാശാലയിൽ ഭൂമിശാസ്ത്ര ഉപരിപഠനത്തിന് പോയി.